ശരീരം വല്ലാതെ ആടി ഉലയുന്നത് പോലെ തോന്നിയപ്പോഴാണ് ഭാവന കണ്ണു തുറന്നു നോക്കിയത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള ജോലി അവളെ നന്ദി ക്ഷീണിതയാക്കിയിരിക്കുന്നു. കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബോധം കെട്ട പോലെ ഉറങ്ങിപ്പോയിരുന്നു. കുടിച്ച് ലെക്കുകെട്ട് വന്ന സുന്ദരൻ ഭാവനയിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ ഇട്ടിരുന്ന മാക്സി അയാൾ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നേരെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനാവതില്ലാത്ത ആളാണ് ഭാവനയ്ക്ക് മേൽ ആഴ്ന്നിറങ്ങാൻ നോക്കുന്നത്. എന്നെ വിട്, എനിക്ക് തീരെ വയ്യ. ഭാവന ഭർത്താവിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അടങ്ങിക്കിടക്കടി, എന്നെ എതിർക്കാൻ മാത്രം ധൈര്യമുണ്ടോ നിനക്ക്? സുന്ദരൻ അസഭ്യം പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്താഞ്ഞടിച്ചു. എനിക്ക് തോന്നുമ്പോൾ കൂടെ കിടത്താൻ വേണ്ടിയാ നിന്നെ ഇവിടെ തീറ്റിപ്പോറ്റിയിട്ടേക്കുന്നത്. പാതിബോധത്തിൽ അയാൾ വിളിച്ചു പറഞ്ഞു. കുടിച്ച് അർദ്ധബോധത്തിൽ എണീറ്റ് പോലും നിൽക്കാൻ വയ്യാതെയാണ് അവൻ്റെ അവളോടുള്ള പരാക്രമം. അവൾക്ക് ഇത്തവണ നല്ല ദേഷ്യവും സങ്കടവും വന്നു. രാവിലെ തൊട്ട് രാത്രി വരെ നടു പൊട്ടുന്ന ജോലിയുണ്ട് അവൾക്ക്. 10 വർഷമായി ആ വീട്ടിലെ വേലക്കാരിയെ പോലെ അവൾ ജീവിക്കുന്നു. കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെയും അമ്മയുടെയും മൂത്ത പുത്രിയാണ് ഭാവന. വീട്ടിലെ ദാരിദ്ര്യം കാരണം പെൺമക്കളെ എങ്ങനെ കെട്ടിച്ചു വിടുമെന്നോർത്ത് ഭാവനയുടെ അച്ഛൻ ആദ്യ പിടിച്ച് നടക്കുമ്പോഴാണ് ബ്രോക്കർ വഴി സുന്ദരൻ്റെ ആലോചന വന്നത്. പേരിൽ മാത്രമേ സുന്ദരൻ ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ കറുത്ത് തടിച്ച് പൊക്കമുള്ള, മുഖത്ത് മുഴുവനും കലകളുള്ള വൈകൃത രൂപമായിരുന്നു അയാൾക്ക്. ഭാവന കാണാൻ അതിസുന്ദരി, മുട്ടൊപ്പം മുടിയും മാൻമിഴികളുള്ള ചന്തമുള്ളൊരു കൊച്ചു സുന്ദരി. സുന്ദരനുമായി അവൾക്ക് 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. സുന്ദരൻ കോടീശ്വരനാണ്. അയാൾക്ക് വയസ്സായ അമ്മ മാത്രമുള്ളൂ. കള്ളു കുടിച്ചു നടന്ന മകനെ കല്യാണം കഴിപ്പിച്ച് നന്നാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അയാളുടെ അമ്മ. പക്ഷെ കാശുള്ള കുടുംബത്തിൽ നിന്ന് അയാൾക്ക് പെണ്ണിനെ കിട്ടിയില്ല. അങ്ങനെയാണ് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ അന്വേഷിച്ച് നടന്നത്. ഭാവനയുടെ വീട്ടിൽ ബ്രോക്കർ എത്തിയത്. ഭാവനയെ കെട്ടിച്ചു കൊടുത്താൽ അങ്ങോട്ട് കൈ നിറയെ കാശ് കൊടുക്കാമെന്ന് സുന്ദരൻ്റെ അമ്മ പറഞ്ഞു. അത് കേട്ടതും അവളുടെ അച്ഛൻ മകളുടെ ഇഷ്ടം പോലും നോക്കാതെ സമ്മതിച്ചു. അങ്ങനെ ഗതികേട് കൊണ്ട് ഭാവനയ്ക്ക് സുന്ദരൻ്റെ ഭാര്യ ആകേണ്ടി വന്നു. താലി കെട്ടാൻ പോലും അയാൾ കുടിച്ച് ഫിറ്റായാണ് വന്നത്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രി സുന്ദരൻ അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവളെ സാരിയൊക്കെ വലിച്ചു കീറി വിവസ്ത്രയാക്കി ഭോഗിക്കുകയായിരുന്നു. വീട്ടുകാരെ ഓർത്ത് അത് സഹിക്കാനല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. സുന്ദരൻ മുഴുക്കുടിയനായതുകൊണ്ട് അയാൾക്ക് മക്കളുണ്ടായില്ല. ഡോക്ടർ അയാളോട് കുടി നിർത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ കുട്ടി ഉണ്ടാകൂ എന്ന് പറഞ്ഞു. പക്ഷേ സുന്ദരന് കുട്ടികൾ വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു. അയാൾക്ക് മൂക്കറ്റം മോന്താൻ കള്ള് വേണം, രാത്രി കൂടെ കിടക്കാൻ പെണ്ണും. ഇത് രണ്ടും കിട്ടുന്നത് കൊണ്ട് അയാൾ സുഖിച്ചു കഴിഞ്ഞു. അവൻ്റെ അമ്മ ഭാവന ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് വീട്ടിലെ ജോലിക്കാരെ പറഞ്ഞുവിട്ട് എല്ലാ പണികളും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് പശുവിനെ കറന്ന് സൊസൈറ്റിയിൽ പാല് കൊണ്ട് കൊടുത്തിട്ട് വന്ന് വേണം മുറ്റം തൂക്കലും പാത്രം കഴുകലും പ്രാതലൊരുക്കലും ചോറും കറിയും വെക്കൽ, തുണി നനയ്ക്കൽ, വീടിനകം അടിച്ചുവാരി തുടയ്ക്കൽ എല്ലാം ചെയ്യണം. കല്യാണം കഴിഞ്ഞിട്ടും മകൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും കാണാത്തതുകൊണ്ട് സുന്ദരൻ്റെ അമ്മയ്ക്ക് മരുമകളോട് ദേഷ്യമായി. ആ കല്യാണം അവർക്ക് നഷ്ടക്കച്ചവടമായി. വീട്ടിലൊരു വേലക്കാരിയെപ്പോലെ മകന് കൂടെ കിടത്താൻ ഒരുത്തി എന്ന രീതിയിൽ അമ്മായിയമ്മ അവളെ കണ്ടു. ഇറങ്ങിപ്പോകാൻ വേറെ സ്ഥലമില്ലാത്ത അവൾക്ക് പറയത്തക്ക വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലും നല്ല ജോലി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഭാവന ആ വലിയ വീട്ടിൽ ഒരു വേലക്കാരിയെപ്പോലെ ജീവിച്ചു. രാത്രി ബോധം കെട്ടുറങ്ങുമ്പോഴാണ് സുന്ദരൻ കുടിച്ചു വന്നിട്ട് ഭാവനയോട് പരാക്രമണം കാണിക്കാൻ തുടങ്ങിയത്. ഒരു തൊഴിക്ക് അവനെ അടിച്ചെറിയാൻ അവൾക്ക് തോന്നി. ദേഹം തളർന്ന് ശരീരം നന്നായി ക്ഷീണിച്ചിരുന്നതിനാൽ അന്ന് ആദ്യമായി തൻ്റെ മേൽ ആഴ്ന്നിറങ്ങാൻ വന്നവനെ ഭാവന കാലുകൊണ്ട് തൊഴിച്ചു. മർമ്മസ്ഥാനം പൊത്തിപ്പിടിച്ചുകൊണ്ട് അലർച്ചയോടെ സുന്ദരൻ കട്ടിലിൽ നിന്ന് താഴേക്ക് വീണു. കുറച്ചുനേരം ഞരങ്ങിയും മൂളിയും കിടന്ന ശേഷം അയാൾ അവിടെ തന്നെ കിടന്നുറങ്ങി. ഇന്നലെ രാത്രി നീ എന്നെ ചവിട്ടിത്തൊഴിച്ചല്ലേടി? ഇന്ന് രാത്രി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ സുന്ദരൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവളോട് കലിയോടെ അയാൾ പറഞ്ഞു. പോകുന്നതിന് മുൻപ് അവളുടെ മുടുക്കുത്തിൽ പിടിച്ച് ചുമരിലിടിച്ചിട്ടാണ് അയാൾ പോയത്. ഇനി തിരികെ വന്നാൽ തന്നെ കൊല്ലാക്കൊല ചെയ്യുമെന്ന് അവൾക്കറിയാം. വീണ്ടും വീണ്ടും അടിയും തൊഴിയും കൊള്ളാൻ അവൾക്ക് വയ്യായിരുന്നു. അത്രത്തോളം ഭാവന മടുത്തുപോയി. ശരീരം മൊത്തം നീറിപ്പുകയുന്ന വേദന. സുന്ദരൻ തിരികെ വരാതെ ഇരുന്നെങ്കിലെന്ന് ഭാവന ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. ഉച്ച കഴിഞ്ഞു. വൈകുന്നേരവുമായി. രാത്രി 11 മണിയായി. സാധാരണ 10 മണിക്കെങ്കിലും എത്തുന്നതാണ്. ഇന്ന് കണ്ടില്ല. ഈശ്വര, തൻ്റെ പ്രാർത്ഥന ഫലിച്ചോ? ഭാവന നെഞ്ചിൽ കൈവച്ചു. ഭാവനെ, സുന്ദരനെ ഇടവഴിയിൽ വെച്ച് വണ്ടി തട്ടി. ആശുപത്രിയിൽ അത്യാസന്ന നിലയിലാണ്. നാട്ടുകാരിൽ ആരോ ഓടി വന്ന് പറഞ്ഞു. കേട്ടപ്പോൾ അവൾക്ക് നെഞ്ചിൽ നിന്നൊരു ഭാരം ഇറങ്ങിയതുപോലെ തോന്നി. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഈശ്വരൻ തൻ്റെ പ്രാർത്ഥന കേട്ടു.
ഇന്നെങ്കിലും അടി കൊള്ളാതെ ഉറങ്ങാം. 10 വർഷങ്ങൾക്ക് ശേഷം ഭാവന അന്ന് സമാധാനം എന്താണെന്നറിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സുന്ദരൻ മരിച്ചു. അത് കേട്ട് അവൻ്റെ അമ്മ തളർന്നു വീണു. അതോടെ ഭാവനയെ ഉപദ്രവിക്കാനോ ക്രൂരത കാണിക്കാനോ അവരെ കൊണ്ട് കഴിയില്ല എന്നായി. ഇപ്പോൾ കാര്യങ്ങൾ അവൾക്ക് അനുകൂലമാണ്. അമ്മായിയമ്മ പിരിച്ചുവിട്ട ജോലിക്കാരെ അവൾ തിരികെ വിളിച്ചു. അന്ന് മുതൽ അവൾ വിശ്രമം അറിഞ്ഞു തുടങ്ങി. 2 വർഷം കഴിഞ്ഞ് അമ്മായിയമ്മ കൂടെ പോയപ്പോൾ ആ വീട്ടിൽ അവൾ ഒറ്റയ്ക്കായി. കാശിനു വേണ്ടി സ്നേഹം കാണിച്ച് അടുത്തുകൂടിയ അച്ഛനെയും സഹോദരിമാരെയും അവൾ ഓടിച്ചു വിട്ടു. ഇത്രയും നാൾ തിരിഞ്ഞു നോക്കാത്തവരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തൻ്റെ കഷ്ടകാലം പിടിച്ച സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനിയും ആരും വേണ്ടെന്നുള്ള തീരുമാനമായിരുന്നു ഭാവനയ്ക്ക്. മെലിഞ്ഞുണങ്ങിയിരുന്ന അവൾ ഇപ്പോൾ സുന്ദരിയായി തുടങ്ങി. 28 വയസ്സേ അവൾക്കുള്ളൂ. രണ്ടാമതൊരു കല്യാണത്തെക്കുറിച്ച് അവൾ ചിന്തിക്കാൻ തുടങ്ങി. സ്വത്തും പണവും ഒന്നും മോഹിക്കാത്ത ഒരാളെ കിട്ടിയാൽ ജീവിതത്തിൽ കൂടെ കൂട്ടണം എന്നായിരുന്നു. ഭാവനയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു ചെറുപ്പക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടി. ആദ്യ ഭർത്താവിൽ നിന്ന് അനുഭവിച്ച പീഡകളൊന്നും അവൾക്ക് അവനിൽ നിന്നും ഉണ്ടായില്ല. പതിയെ പതിയെ രണ്ടാമത്തെ ദാമ്പത്യ ജീവിതം അവൾക്ക് സന്തോഷം നൽകി. ആ ബന്ധത്തിൽ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. അതുവരെ അനുഭവിച്ച കഷ്ടതകളൊക്കെ മാറി നല്ല കാലം തുടങ്ങി ഭാവനയ്ക്ക്. സുന്ദരൻ്റെയും അമ്മയുടെയും മരണത്തോടെ അവൾക്ക് വന്നു ചേർന്ന പൈസ കുറച്ചെടുത്ത് അവളുടെ പുതിയ ഭർത്താവ് ഒരു കടയിട്ടു. ആഡംബര ജീവിതം നയിക്കാതെ സാധാരണക്കാരെ പോലെ അവർ ജീവിച്ചു. പീഡനങ്ങൾ മാത്രം നേരിട്ട ഭാവന ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ജീവിതം തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ ഭാവന സന്തോഷവതിയാണ്. ഭർത്താവിനോടും കുഞ്ഞിനോടുമൊത്ത് പിന്നീട് അവൾ സമാധാനത്തോടെ ജീവിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.